ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ തലമാണ് ഈ ആത്മീയതയുടെ തലം. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാ ജീവനെയും സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എല്ലാ ആത്മാവിനെയും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, എല്ലാ ശരീരത്തെയും ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആത്മീയ ദർശനം. അപ്പോൾ പരദേവത ലൈവാകുമ്പോഴാണ് നമുക്ക് ലൈഫ് ഉണ്ടാകുന്നത്. ആ ലൈഫാണ് ലവിന് കാരണം, ആ ലവാണ് നോളജിന് കാരണം, ആ അറിവിൽ നിന്നാണ് ആത്മീയത ജനിക്കുന്നത്. ഇതെല്ലാം പ്ലാന്റിൻ്റെ പ്ലാനാണ്. ഈ പ്ലാന്റ് ഇല്ലെങ്കിലോ നമ്മുടെ സർവ്വ പ്ലാനും പൊളിയും. നമുക്ക് ലൈഫ് ഏകുന്നത്, നമുക്ക് ലവ് ഏകുന്നത് എല്ലാം എന്താണ്? ലീഫാണ്. ലീഫില്ലെങ്കിലോ നമ്മൾ ലീവാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ശാസ്ത്രമാണ് ഭാരതം പരദേവതാ പീഠങ്ങളിലൂടെ, പരദേവതാ സങ്കല്പത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വെൽ എസ്റ്റാബ്ലിഷ്ഡ് കണ്ടീഷനാണ്, ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മളുടെ പരദേവത ആരാധനയ്ക്ക് അടിസ്ഥാനം. ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫറിംഗ് ആണ് നമ്മളുടെ വഴിപാടുകൾ. ആ പരദേവതാ സ്ഥാനങ്ങളിൽ നടക്കുന്ന വഴിപാടുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓഫറിംഗ് ആണ്. ഇത് തന്നെയാണ് ശരിക്കും നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ, പ്രകൃതിയുടെ ചികിത്സ. പ്രകൃതിയെ ചികിത്സിച്ചുകൊണ്ട് പ്രകൃതി ചികിത്സയിലേക്ക് എത്തുന്ന രീതിയാണിത്. ഇതാണ് നാച്ചുറൽ സയൻസ്. ഇത്തരം ഇടങ്ങളിൽ നടക്കുന്ന ഓഫറിംഗ് ഫയറാണ് ദീപങ്ങളും അതുപോലെ തന്നെ ഗണപതി ഹോമങ്ങളും എല്ലാം. ഇത്തരം ഇടങ്ങളിൽ നടക്കുന്ന പ്രകൃതി ചികിത്സയിൽ, നാച്ചുറോപ്പതിയിൽ വിശ്വസിക്കുന്ന ദ്രവ്യവിശ്വാസികളാണ് ദൈവവിശ്വാസികൾ, ഡെവോട്ടീസ് എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ തന്നെയാണ്. ഇതാണ് ജ്ഞാനയജ്ഞം, ഹോളി സാക്രിഫൈസ് ഹെർക്കുലിയൻ ടാസ്ക്. ജ്ഞാനയജ്ഞത്താലുള്ള ഭഗീരഥ പ്രയത്നം, അതാണ് ആത്മീയത. ചെറിയ ഒരു കാര്യമല്ല ആത്മീയത. സർവ്വജീവനിലും ആത്മാവിനെ ദർശിക്കുന്ന അറിവാണ് ആത്മീയത. അതിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പാണ് കാവ്. കാവ് എന്ന് പറഞ്ഞാൽ മരക്കൂട്ടം എന്നാണ് അർത്ഥം. ജീവലോകത്തിൻ്റെ കാവലാണ് കാവ്, നമ്മുടെ കാവലാണ് കാവ്. ജീവലോകത്തിൻ്റെ ഗാർഡാണ് ഗാർഡൻ, ഗാർഡാണ് ഗാർഡൻ. നമ്മൾ ഒന്നിച്ച് പുലരുന്നതിന് കാരണം പുല്ലാണ്. ഗ്രോവ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, ഫാക്റ്റായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, യഥാർത്ഥ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിലെ ഫാക്റ്റ് എന്താണ്? അത് മാറ്ററാണ്. ഇവിടെ ബേസിസ് മാറ്റർ ലാൻഡഡ് പ്രോപ്പർട്ടിയാണ്, വസ്തുവാണ്. വസ്തുത വസ്തുവാക്കുന്നു. ആ പ്രോപ്പർട്ടിയെ ശ്രീധർമ്മശാസ്ത്രത്താൽ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ ആ മാറ്റർ കോഡ് ഓഫ് ദ മോറൽ ലോയിൽ വന്നിട്ട് മദറാകും. മാറ്റർ മദറാകും. MATTER, MATHER ആവും, METHER ആവും, MOTHER ആവും. മാറ്റർ പരിണാമത്താൽ മദറാകും. മാറ്റർ മദറാകുന്നു, ഉപമാതാവാകുന്നു, ഫോസ്റ്റർ മദറാകുന്നു. ഇതാണ് നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ, പ്രകൃതിയുടെ ചികിത്സ. ഇത് തന്നെയാണ് നാച്ചുറൽ സയൻസ്. മാറ്റർ മാജിക് കെമിസ്ട്രി, കെമിസ്ട്രി മാജിക് ബയോളജി. ധാതുശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുവിജ്ഞാനീയം ഇവയുടെ മർമ്മ കർമ്മ ധർമ്മശാസ്ത്രമാണ് ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് മിനറോളജി, ബോട്ടണി ആൻഡ് സുവോളജി ഇവയെ സയൻറ്റിഫിക് സെൻസിൽ ചിട്ടപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ കോഡ് ഓഫ് ദ മോറൽ ലോയിൽ ഇവ ഈശ്വരീയമാകുന്ന, ഐശ്വര്യമാകുന്ന അമൂല്യ മൂലകങ്ങളെ സൃഷ്ടിക്കുന്ന ഫാമിലി ഡേറ്റിയാകുന്നു, പരദേവതയാകുന്നു. അതാണ് കുടുംബദേവതയാകുന്നതിൻ്റെ രഹസ്യം. ഇതാണ് കുടുംബദേവത രഹസ്യം. ഇത് അന്ധവിശ്വാസമല്ല, സൂപ്പർ സ്റ്റിഷനല്ല, സൂപ്പർ വിഷനാണ്. ഈ ഹോളി ഹെർക്കുലിയൻ ടാസ്കിൽ വിശ്വസിക്കുന്ന ദ്രവ്യവിശ്വാസികളാണ്, ദ്രവ്യശുദ്ധിയിൽ വിശ്വസിക്കുന്നവരാണ് ഡിവോട്ടീസ്, ഭക്തർ. അത് നമ്മളാണ്. അപ്പോൾ ഈ ഫാമിലി ഡേറ്റയെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരുപാട് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. നല്ല ഒരു എൻജിനീയറിംഗ് തന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടി വരും. ഇത് നമ്മളെയും ജീവലോകത്തെയും നിലനിർത്തുന്ന റിയലിസമാണ്. യഥാകാലം ഇത് തുടരേണ്ടതുമാണ്. കാലഹരണപ്പെട്ട പഴഞ്ചൻ സമ്പ്രദായമല്ല, ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്തയിൽ നിന്നും ഉടലെടുത്ത നാച്ചുറൽ സയൻസാണ്. നമ്മൾ എന്തിനാണ് ഇനിയും പരദേവതയെ സൃഷ്ടിക്കുന്നത്, പുതിയ കാവുകളെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മാലിന്യത്തെ സ്വീകരിച്ച് മൂല്യത്തെ ഏകുന്നത് ഈ സസ്യപ്രപഞ്ചമാണ്. നമ്മൾ ജീവനെ കൊടുത്തുകൊണ്ട് നമ്മൾ ജീവനാംശത്തെ സ്വീകരിക്കുകയാണ് സസ്യലോകത്തിൽ നിന്നും. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്തിട്ടാണ് ഓക്സിജനെ വാങ്ങിക്കുന്നത്.
നമ്മൾ ശരത്കാലത്തെ കൊടുത്തിട്ടാണ് വസന്തത്തെ വാങ്ങിക്കുന്നത്. നമ്മൾ ചരിക്കുന്നതിന് കാരണം ആ സസ്യപ്രകൃതി അചരമായി നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ രജോ ഗുണത്തിന് കാരണം സസ്യലോകത്തിൻ്റെ സത്വഗുണമാണ്. ജന്തുലോകത്തിൻ്റെ ദുർഗന്ധത്തെ സ്വീകരിച്ച് സുഗന്ധത്തെ സൃഷ്ടിക്കുന്നത് സസ്യലോകമാണ്. അപ്പോൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മളുടെ നിലനിൽപ്പ്, ജീവൻ്റെ നിലനിൽപ്പിന്, സുരക്ഷിതമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാവലാണ്. ആ കാവിനെക്കുറിച്ചാണ്, ആ കാവിനെ പുതുതായി നിർമ്മിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, അഗാധമായിട്ടുള്ള തലങ്ങളിലേക്ക് കാണാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.